കിച്ചൺ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയൊക്കെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് നമ്മളിതുപോലെ ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തിട്ട്. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള മല്ലിയില കണ്ടോ അത്രയ്ക്ക് ഫ്രഷ് അല്ല. അപ്പം നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇത് ചീത്തയായി പോകും, പുതിനയിലയും അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്കിത് എങ്ങനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഇങ്ങനെ കിട്ടുന്ന സമയത്ത്, അതായത് ഇങ്ങനെ അധികം ഫ്രഷ് അല്ലാത്ത മല്ലിയിലയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാനതിന് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ഞാൻ ഉണക്കിയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. ഉണക്കി സൂക്ഷിച്ചതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഫ്രഷ് ഇടുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഉണങ്ങിയ മല്ലിയില നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു 2-3 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കറികളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ല അതേ മണം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഞാനിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ കുറച്ച് നല്ല പോലെ മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കറുത്ത ചീത്തയായ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഫുള്ള് ക്ലീൻ ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ ആദ്യം മല്ലിയില ഒന്ന് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ കണ്ടോ, ഈ ബാക്ക് ഭാഗങ്ങളുണ്ടല്ലോ, ഇതുപോലെ ഈ വേരിൻ്റെ ഭാഗവും നമുക്ക് ആവശ്യമില്ല. അതെല്ലാം നമ്മൾ നല്ല പോലെ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്തിട്ട് മല്ലിയില നല്ല പോലെ ക്ലീൻ ചെയ്ത് എടുത്തുണ്ട്. ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഇല മാത്രം എടുത്തിട്ട് ബാക്കി ഇലയെല്ലാം നമ്മൾ കട്ട് ചെയ്യണം. കാരണം നമ്മൾ ഉണക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴും അത് ഫ്രഷ് അല്ലെങ്കിൽ അത് ചീത്തയായി പോകും. അപ്പോൾ അതുപോലെ ഞാനിത് മല്ലിയില ഫസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഫ്രഷായ ഇലകൾ മാത്രം എടുത്താൽ മതി. കണ്ടോ, ഇതിൻ്റെ വേര് ഭാഗം നമ്മൾ നല്ലപോലെ കട്ട് ചെയ്ത് കളയണം. വേര് ഭാഗം നമുക്ക് വേണ്ട. മല്ലിയില ഞാൻ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തതാണ്. അത് ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പുമിട്ട വെള്ളത്തിലാണ് സാധാരണ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതുപോലെ കഴുകിയെടുത്തിട്ട് 2-3 വെള്ളത്തിലും കൂടി ഞാൻ ക്ലീൻ ചെയ്തെടുത്ത മല്ലിയിലയാണിത്. എല്ലാ മല്ലിയിലയും ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കേട്ടോ, ഒരുപാട് വേസ്റ്റ് ആയിരുന്നു അതിനകത്ത്. ഇത്രയേ ഉള്ളൂ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുള്ള മല്ലിയില നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലോ ഒരു കിച്ചൺ ടവലിലോ ഇട്ടിട്ട് നല്ലപോലെ വെള്ളം പോകണം. വെള്ളം പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഉണക്കാനായിട്ട് വെയിലത്ത് വെക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ശകലെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് ഉണങ്ങാൻ ഒരുപാട് സമയം എടുക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് പൂപ്പലും വരും. അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നല്ലപോലെ വെള്ളം പോയതിന് ശേഷം മാത്രം ഇത് വെയിലത്ത് വയ്ക്കാം. ഇപ്പോൾ ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പുതിനയിലയും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പുതിനയില ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉണക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അപ്പം ഇതിനകത്ത് നമുക്ക് തണ്ടിൻ്റെ ആവശ്യം നമുക്കില്ല. ഇതിനകത്ത് ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് വെച്ചാൽ മതി. ഇളക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമാവും. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആണോ എന്ന് നോക്കിയിട്ട് ഈ തണ്ടോട് കൂടി തന്നെ നമ്മൾ പുതിനയില ഉണക്കാൻ വെച്ചാൽ മതി. ഉണങ്ങി കഴിയുമ്പോൾ ഈ തണ്ടിയിൽ തനിയെ വിട്ട് വരും. അപ്പോൾ നമുക്ക് അതെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതും ഞാൻ പുതിനയിലയും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. പുതിനയില ഞാൻ നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള തണ്ടോട് കൂടിയ ലീവ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അല്ലെങ്കിൽ നമ്മൾ ചീത്തയായിട്ടുള്ള ഏതെങ്കിലും ഒരു പോർഷൻ പുതിനയിലയിലുണ്ടെങ്കിൽ അത് നമ്മൾ ഉണക്കി വെക്കുന്ന സമയത്ത് അത് ഇരുന്ന് ചീത്തയാവും. അപ്പോൾ ഞാനങ്ങനെ ആദ്യമൊക്കെ ചെയ്തപ്പോൾ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് നല്ലപോലെ കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മളെടുത്ത് വെക്കുന്നത്. ഇതിൽ നിന്നും ഫ്രഷ് ആയിട്ടുള്ള പുതിനയിലയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടുകയാണെങ്കിൽ അപ്പോഴും തന്നെ നമുക്കെടുത്ത് അതിനെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം, ഉണക്കാതെ തന്നെ വയ്ക്കാം. അപ്പോൾ എനിക്ക് ഫ്രഷ് പുതിനയില കിട്ടുമ്പോൾ ഞാൻ അപ്പോൾ അത് വീഡിയോ ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, ഞാൻ ചെയ്ത് വെക്കുന്നത്. അപ്പം ഇതും ഇതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം ഡ്രൈ ആയതിന് ശേഷം നമുക്ക് നല്ല പോലെ വെയിലത്ത് വെച്ച് ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉണക്കണം. ആദ്യത്തെ 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് നല്ല പോലെ ഉണങ്ങി കിട്ടും. പക്ഷെ പിന്നെയും നമ്മൾ 2-3 ദിവസവും കൂടി നമ്മൾ ഉണക്കണം. കാരണം ഇത് ചില പോർഷൻസ് എവിടെയെങ്കിലുമൊക്കെ ഉണങ്ങാതിരിപ്പുണ്ടെങ്കിൽ പിന്നെയും ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുമ്പോഴും അത് ചീത്തയാവും. പിന്നെ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, നമ്മൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അല്ലെങ്കിൽ ഇരുന്നിട്ട് അത് ഒരുമാതിരി പൂപ്പൽ പോലെ വരും. ഉണക്കിയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ളത് ഞാൻ വീഡിയോ കാണിക്കാം. ഇതിപ്പോൾ 4-5 ദിവസം കഴിഞ്ഞ് ഉണക്കിയെടുത്ത നമ്മുടെ പുതിനയിലയാണ്. അപ്പോൾ നല്ല മണമാണ് ഇത് ഉണങ്ങി വരുമ്പോഴും. പഴയ പുതിനയിലല്ലേ, നമ്മൾ സാധാരണ ഇലയൊക്കെ ഉണക്കിയെടുക്കുമല്ലോ, അതുപോലെ തന്നെ ഇരിക്കുന്നത്. ഇങ്ങനെ കിലുകിലാ സൗണ്ട് കേൾക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇത് ഉണങ്ങി വന്നതിൻ്റെ ഒരു പരുവം എന്ന് വെച്ചാൽ ഇതിങ്ങനെ കിലുകിലാ സൗണ്ട് കേൾക്കും. കണ്ടോ,
അപ്പോൾ കുറച്ച് സമയം ഞാനിപ്പോൾ നല്ല ചൂടോടെ ഉണക്കി എടുത്തുകൊണ്ട് വന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പിന്നെ അങ്ങ് തണുക്കും. മല്ലിയില അതേ കണക്ക് തന്നെയാണ്. മല്ലിയില ഉണക്കിയെടുത്തത് ഇങ്ങനെ ഇരിക്കും കണ്ടോ. മല്ലിയില അധികം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കത്തില്ല. അപ്പം നമുക്കിത് ഇതിലോട്ട് വെക്കാം. ഞാൻ മല്ലിയിലയും ഫുള്ള് ഉണക്കിയെടുത്തിട്ടുണ്ട്. മല്ലിയില ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇത് കുറച്ച് നമ്മൾ ആവശ്യത്തിന് മല്ലിയില എടുക്കുക, കുറച്ച് വെള്ളത്തിലോട്ട് ഇങ്ങനെ ഒന്ന് മുക്കി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് മതി. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ ഉണക്കിയെടുത്തിന് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും. കഴുകിയതിന് ശേഷം നമ്മൾ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് വിടണമെങ്കിൽ നമുക്കിങ്ങനെ തന്നെ കത്തി വെച്ചോ മറ്റോ കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ എന്ത് കറി വയ്ക്കുമ്പോഴും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ പുതിനയില, നമ്മൾ പുതിനയില എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാധാരണ ബിരിയാണിക്കൊക്കെ വയ്ക്കുമ്പോഴും ഇതിടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പുതിന ടീ ഇടുമല്ലോ, അപ്പോഴും ഇത് കട്ടൻ ചായ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ 2 ഇല ഇട്ട് കൊടുത്താൽ മതി. നല്ല മണമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും. നല്ല മണമാണ്. ഉണങ്ങിയതിന് ശേഷം പുതിനയിലേക്ക് നല്ല മണമാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്കിതുപോലത്തെ ടിന്നുകൾ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുമല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ടിന്നാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കയ്യിലിപ്പോൾ ടിഷ്യൂ പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ അതൊരു പീസ് വെച്ച് കൊടുത്തതാണ്. എന്നിട്ട് നമുക്ക് ഈ നമ്മുടെ പുതിനയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ള് ഇതിൽ കൊള്ളും. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. വേറെ 2-3 ടിന്നൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇത് കറക്റ്റായിട്ട് അതിൽ പ്രസ് ചെയ്ത് നമ്മളങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഇല ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ടിഷ്യൂ പേപ്പർ. എന്നിട്ട് നമ്മൾ അടപ്പ് വെച്ച് ജസ്റ്റ് അടച്ച് ഫ്രിഡ്ജിലങ്ങ് വെച്ചിരുന്നാൽ മതി. എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നാണ്. ഇത് കറക്റ്റായിട്ട് അടഞ്ഞ് ഫ്രിഡ്ജിലിരുന്നോളും. അപ്പോൾ മല്ലിയിലയും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. മല്ലിയില വയ്ക്കാൻ പിന്നെ പാടൊന്നുമില്ല. അത് പെട്ടെന്ന് നമ്മൾ എത്ര ഉണക്കിയെടുത്താലും അതൊരു ശകലേ ഉണ്ടാകത്തില്ല ഉണങ്ങി വരുമ്പോഴത്തേക്ക്. ഇങ്ങനെ പ്രസ്സായേ ഇരിക്കത്തുള്ളൂ. മല്ലിയില നമ്മൾ നിവർത്തിയിട്ട് ഉണക്കിയെടുക്കുമ്പോൾ അത് ഇങ്ങനെ കൂട് പോലെ ഇരിക്കത്തുള്ളൂ. അത് നമ്മൾ ആവശ്യത്തിനെടുത്ത് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മല്ലിയില ഒന്ന് കവർ ചെയ്ത് വെക്കണം. വെള്ളത്തിൻ്റെ ഒരു അംശം ഇതിലുണ്ടാവാൻ പാടില്ല. നമ്മൾ കൈയെല്ലാം നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം ഇത് ചെയ്യാവുള്ളൂ. അപ്പം നമ്മുടെ പുതിനയിലയും മല്ലിയിലയും ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിലിരിക്കും, ഒരു കുഴപ്പമില്ല. നമുക്ക് എല്ലാ കറികളിലും നമ്മൾ ഫ്രഷ് മല്ലിയിലയും പുതിനയിലയും ഇടുന്ന പോലെ ഇടാം. രുചിയിലൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. പിന്നെ ആ ഒരു പച്ച കളർ കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ഇത് ഇടുമ്പോഴത്തേക്ക് ഒരു കറുപ്പ് കളറായിരിക്കും. നമ്മൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഗാർണിഷിങ്ങിന് ഇടുന്ന കണക്ക് ഇതിടാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്കും ചെയ്തേക്കണം. അതുപോലെ അതിനൊരു കമൻറ്റ്സ് എന്നെ അറിയിക്കണം. ഒന്ന് ഷെയറും ചെയ്തേക്കണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.